ക്ലാസ് 12 CBSE റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിലർ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എഫേർട്ട് എടുത്തതിൻ്റെ മാർക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് ഒക്കെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അതോടൊപ്പം തന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, CBSE റിസൾട്ടേ ആയിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ബോർഡ് എക്സാമിൻ്റെ മാർക്കാണ്. നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാം റിസൾട്ട്സും ഇനി നിങ്ങൾ ചേരാൻ പോകുന്ന സ്ഥലത്തെ സ്കില്ലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. ബോർഡ് എക്സാം മാർക്ക് ഇതോടുകൂടി തന്നെ എല്ലാവരും മാർക്കും. എൻ്റെ +2 മാർക്കൊന്നും ഞാൻ മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമല്ല. ഞാൻ MBBS ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്നോട് +2 മാർക്ക് എത്ര ഉണ്ടെന്ന് ഒരു സ്ഥലത്തും ചോദിച്ചിട്ടില്ല. അത് ഈ പറയുന്ന പോലെ 50% മേളിൽ മാർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എൻട്രൻസ് എഴുതാൻ വേണ്ടി പറ്റും നിങ്ങൾക്കറിയാം. അപ്പം അതൊന്നും എന്നോട് ആരും ചോദിച്ചിട്ടില്ല. അപ്പം അത് ചോദിക്കാതെ തന്നെയാണ് എന്ത് ചെയ്തത്, കോളേജിൽ അഡ്മിഷൻ തന്നതും എൻ്റെ എൻട്രൻസ് റാങ്ക് വെച്ചിട്ടാണ്. അപ്പം +2 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി തന്നെ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഈ പറയുന്ന ചില സ്ഥലത്ത് എൻട്രി പോയിൻ്റ് ആണ്, പക്ഷേ ചില സ്ഥലത്ത് അതിനെക്കുറിച്ച് എന്തില്ല, കൺസിഡറേഷൻ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ കേരള എൻട്രൻസിന് കീമിന് എന്തുണ്ട്, എഞ്ചിനീയറിംഗിന് ചേരാൻ വേണ്ടി നിങ്ങൾക്ക് ആ മാർക്ക് കൺസിഡർ ചെയ്യാറുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലും അതായത് കൺസിഡർ ചെയ്യാറില്ല. അവിടെ റാങ്ക് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ദെൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടിയുള്ള എഫേർട്ടുകൾ ഇനി മുമ്പോട്ട് കൊണ്ടുപോകുക. സൈലത്തിൻ്റെ റിപ്പീറ്റർ ബാച്ചിലെ ആദ്യ ബാച്ചുകൾ എന്ത് ചെയ്യുകയാണ്, ആരംഭിക്കുകയാണ് ഈ പറയുന്ന 15-ാം തീയതിയും 20-ാം തീയതിയൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആ ബാച്ചുകളിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി 6009100300 എന്ന നമ്പറിൽ വിളിക്കുക. നമുക്ക് സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അടിപൊളിയായിട്ട് പഠിച്ചു മുമ്പോട്ട് പോകാം. കേരളത്തിൽ ഏറ്റവും അധികം റിസൾട്ടുകൾ കുറഞ്ഞ സമയം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെയാണ്. അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള നിങ്ങളെപ്പോലത്തുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് റിസൾട്ടാക്കി മാറ്റാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നീറ്റ് ഇപ്പോൾ മാറ്റങ്ങൾ വന്നു, അതിനനുസരിച്ച് നമ്മൾ പുതിയ മെറ്റീരിയൽസ് കൊണ്ടുവന്നു. എല്ലാ മാറ്റങ്ങൾ തന്നെയാണ്. നമ്മൾ അഡ്വാൻസ് ലെവൽ പ്രോബ്ലംസ് വരെ ബേസ് തൊട്ട് പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനുവേണ്ടി തയ്യാറായിട്ട് തന്നെ എത്തുക. അപ്പോൾ എല്ലാവരും ഓൾ ദി ബെസ്റ്റ്. കിട്ടിയ മാർക്കിൽ ഈ പറയുന്ന പോലെ സമാധാനമായിട്ടിരിക്കുക. നമുക്ക് തുടങ്ങാം അടുത്ത യാത്ര. ഓൾ ദി ബെസ്റ്റ്.